കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 12 നാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കുകയാണ് മുന്നണികൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി ഇന്ന് പാലക്കാടെത്തും. തിരുവനന്തപുരത്ത് വി.ഡി. സതീശൻ നയിക്കുന്ന നൈറ്റ് റോഡ് ഷോയും ഇന്നുണ്ടാകും. പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നാളെ കേരളത്തിലെത്തും. രാജേഷ് ശ്രീനിവാസൻ ചേരുന്നു വിവരങ്ങളുമായി. രാജേഷ്, ഈ ഒരു വേനൽ ചൂടിനേക്കാൾ വലിയ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലാണ്, സജീവമായ ഒരു പ്രചാരണത്തിലാണ് മുന്നണികളെല്ലാം ഉള്ളത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദീപ്തി, സംസ്ഥാനത്തെ വേനൽ ചൂട് കനക്കുന്നതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടും കനക്കുന്നു എന്നതാണ്. പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം തെരഞ്ഞെടുപ്പ് രംഗത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ്. അതോടെ തന്നെ മുന്നണികൾ രാഷ്ട്രീയ തന്ത്രം മാറ്റുന്ന ഒരു സാഹചര്യം കൂടി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങളും പാലക്കാട് അടക്കമുള്ള ഇടങ്ങളിലെ CPIM BJP ഡീൽ ആരോപണമാണ് UDF പ്രധാനമായും ആയുധമാക്കുന്നത്. അതേസമയം തന്നെ സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതെല്ലാമാണ് ഇപ്പോൾ ഇടതു മുന്നണി പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധമാക്കുന്നത്. അതേസമയം തന്നെ NDA ഈ മോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് വോട്ട് ഉറപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് NDA ക്യാമ്പിൽ മെനയുന്നത് എന്നതാണ് നിലവിൽ ലഭിക്കുന്ന പുതിയ വിവരം. എന്തായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാടെത്തും. 4 മണ്ഡലങ്ങളിലാണ് ഇദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രചരണ യോഗങ്ങൾ ഉണ്ടാവുക. മലമ്പുഴ, തൃത്താല, പട്ടാമ്പി അടക്കമുള്ള 4 മണ്ഡലങ്ങളിലാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം ഉണ്ടാവുക. അതിൽ തന്നെ ഒറ്റപ്പാലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം PK ശശിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഇടതു മുന്നണിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇന്ന് എന്ത് പറയുമെന്നതിൽ പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷ തന്നെയാണ്. അതേസമയം തന്നെ V.D. സതീശൻ നയിക്കുന്ന യാത്ര അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റോഡ് ഷോ അത് ഇന്ന് തലസ്ഥാന നഗരയിലുണ്ടാവും. രാത്രിയോടെ ആയിരിക്കും നൈറ്റ് ഷോ അടക്കമുള്ള പ്രചരണങ്ങളിലേക്ക് UDFും കടക്കുന്നു എന്നതാണ്. അതേസമയം തന്നെ NDAയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ BJPയുടെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഞായറാഴ്ചയായിരിക്കും, നാളെ ആയിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുക. ആദ്യം പാലക്കാടും തുടർന്ന് തൃശ്ശൂരിലും എത്തും. പത്മജ വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തെല്ലാം മോദി സജീവമാകും. റോഡ് ഷോ അടക്കമുള്ള സംഘടിപ്പിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെ 3 മുന്നണികളും തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒന്നാം ഘട്ടം പിന്നിടുമ്പോൾ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതിൽ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ പ്രധാന ആയുധമായി ഉപയോഗിക്കുന്നത്. ഈ 3 കക്ഷികൾക്കും വലിയതുള്ള ഒരു ആത്മവിശ്വാസവും നിലവിലെ സാഹചര്യത്തിൽ ഉണ്ട്. തങ്ങൾക്ക് അനുകൂലം അല്ലെങ്കിൽ നിലവിലെ രാഷ്ട്രീയ കാറ്റ് തങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നതാണ് UDF ക്യാമ്പ് വിലയിരുത്തുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം തന്നെ 10 വർഷം തങ്ങൾ ഭരിച്ച അല്ലെങ്കിൽ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് വോട്ടുറപ്പിക്കാനും അതുപോലെ തന്നെ തുടർഭരണം ലഭിക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് ഇടതുമുന്നണി ക്യാമ്പുകളെല്ലാം പ്രകടമാക്കുന്നത്. അതേസമയം തന്നെ NDA സഖ്യവും വലിയ ഇതുള്ള അല്ലെങ്കിൽ BJP എല്ലാം വലിയ ഇതുള്ള ആത്മവിശ്വാസം പ്രകടമാക്കുന്നു. നിലവിലെ A ക്ലാസ് മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കുകയാണെങ്കിൽ പാലക്കാട് അടക്കമുള്ള നിയമം അടക്കമുള്ള സീറ്റുകൾ നേടാനാകുമെന്നൊരു ആത്മവിശ്വാസമാണ് BJP ക്യാമ്പുകളും പ്രകടമാക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ വേനൽ ചൂടിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ചൂടും കടക്കുന്നു. ഇനി 11 ദിവസം മാത്രമാണ്, 12ാം ദിവസമാണ് കേരളം ബൂത്തിലേക്ക് എത്തുക. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മുന്നണികൾക്ക് പ്രചരണത്തിനായിട്ടുള്ളത് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ വിവിധ മത നേതാക്കളെയും മതപണ്ഡിതരെയും കണ്ട് തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുക അല്ലെങ്കിൽ തങ്ങൾക്ക് വോട്ട് ഉറപ്പിക്കുക എന്താണ് 3 മുന്നണികളും പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസം V.D. സതീശൻ അടക്കമുള്ള മത നേതാക്കളെ കണ്ട് UDFന് അനുകൂലമായ അല്ലെങ്കിൽ പിന്തുണ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഇനി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അത് 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുന്നണികൾ ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം പ്രയോഗിക്കുന്നുണ്ട് എന്നതും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദീപ്തി. ശരി, എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാക്കിയിരിക്കുകയാണ് മുന്നണികളെല്ലാം. ഇനി 12 നാൾ മാത്രമാണ് ബാക്കിയുള്ളത് സംസ്ഥാനം പോളിംഗ് ബൂത്തിലേക്ക് എത്താനായിട്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി മുഖ്യമന്ത്രി ഇന്ന് പാലക്കാടെത്തും. 10 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കാണും. തിരുവനന്തപുരത്ത് V.D. സതീശൻ നയിക്കുന്ന നൈറ്റ് റോഡ് ഷോയും ഇന്നുണ്ടാകും. പ്രധാനമന്ത്രി നാളെ പ്രചാരണത്തിനായി കേരളത്തിലെത്തും. രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങൾ നൽകിയത്.